പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പദ്ധതിയാണ്. 2025 ഫെബ്രുവരി 5 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള, അതായത് 1200 മകരമാസം 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ശുഭാശുഭ ഫലങ്ങൾ സവിസ്തരം ചർച്ച ചെയ്യുകയാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മകരൻ രാശി എന്നാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ മകരം രാശിക്കാർക്ക് ഇന്ന് സൂര്യൻ രാശിയിലുണ്ട്. സൂര്യനും ബുധനും, 2-ൽ ശനി, 3-ൽ ശുക്രൻ, രാഹു, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, 5-ാം ഭാവത്തിൽ വ്യാഴം, 6-ൽ ചൊവ്വ, 9-ാം ഭാവത്തിൽ കേതു. വളരെ ധീരമായി പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാം മകരൻ രാശിക്കാർ. കാരണം 6-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു എന്നത് തന്നെ. ബലവാനും ശത്രുക്കളെ ജയിക്കും 6-ൽ ചൊവ്വ നിൽക്കുമ്പോൾ. അത് ഭൂമി വിഷയത്തിലായാലും റിയൽ എസ്റ്റേറ്റ് വിഷയത്തിലായാലും ബ്രോക്കർമാർക്കും ഒക്കെ തന്നെ ഈ ഒരു വാരം വളരെ അനുകൂലമാണ്. മകരൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നത് തനിച്ചാണെങ്കിൽ അത് വളരെ പ്രാതികൂല്യതയെ സൃഷ്ടിക്കുന്നു. പക്ഷേ അവിടെ ഭാഗ്യാധിപനായ ബുധൻ സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ അതൊരു യോഗകാരകനായി വർത്തിക്കുന്നു. ആ യോഗത്തിന് ജ്യോതിഷത്തിൽ നിപുണയോഗമെന്ന് പറയുന്നു. യാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായ വാരമാണ്. യാത്രാപതിയായ ചന്ദ്രൻ 7-ാം ഭാവാധിപനാകുന്നു. യാത്രാഭാവം, അതിൻ്റെ അധിപനായ ചന്ദ്രൻ 4-ാം ഭാവത്തിൽ ശക്തമായി മേടൻ രാശിയിൽ നിൽക്കുന്നു. അതിനാൽ യാത്ര ചെയ്യാം, വിവാഹ തീരുമാനങ്ങളാകാം. 4-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ വളരെ അനുകൂലമായ ഫലമാണ്. യഥാ ബന്ധുകോ ബാന്ധവേര് അത്രിജന്മ നിർബദ്വാര സർവാധികാരി സദൈവ. തനിക്ക് തൻ്റെ രാജാവ് എല്ലാ അധികാരങ്ങളും തരുന്നു. വയസ്സാദ്യമേ താദൃശം നൈവ സൗഖ്യം. തുടക്കത്തിൽ അത്ര സുഖമില്ല എങ്കിലും സുതസ്ത്രീ ഗണാത്തോഷം ആയാതി സമയം ഭാര്യ സന്താനങ്ങളുമായി നല്ല സുഖത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മകരൻ രാശിക്കാർക്ക് അവരുടെ സ്വഭാവം തന്നെ എന്താണ്? നിത്യം ലാളയതി സ്വധാരതനയാൻ. തൻ്റെ ഭാര്യയും മക്കളെയും ലാളിക്കേണ്ട ആളുകളാണ് മകരൻ രാശിക്കാർ. ഇവിടെ ദാമ്പത്യം അതിദൃഢമായി തീരും. കാരണം 7-ാം ഭാവം വളരെ നല്ലതാണ്, ഭാര്യാഭാവം. കർമാധിപനായ ശുക്രൻ ഉച്ചസ്ഥനായ 3-ാം ഭാവത്തിൽ ഉപജയരാശിയിൽ നിൽക്കുന്നു. അതിനാൽ തൻ്റെ കർമ്മസ്ഥലത്തേക്ക് ഭാര്യയെ കൂട്ടിപ്പോകാം. വിദേശത്തുള്ളവർക്ക് തൻ്റെ ഭാര്യ, ഫാമിലി, സന്താനങ്ങൾ അവർക്ക് തങ്ങളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കുവാനുള്ള ഒരു വലിയ അനുഭവം വരുന്ന വാരമാകുന്നു. അതിന് ശ്രമിക്കണം. തടസ്സപ്പെട്ട് നിൽക്കുന്നതൊക്കെ അനുകൂലമായി വരാൻ ഈ ഒരു വാരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. 3-ലെ ശുക്രൻ പലപ്പോഴും സ്ത്രീ വിഷയത്തിൽ സ്ത്രീകളോട് താല്പര്യം കുറയും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നമ്മളോട് താല്പര്യം കുറയും. അതിനാൽ സ്ത്രീ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുക. തനിക്ക് നൽകാൻ പറ്റുന്ന ദാനം മാത്രം ചെയ്യുക. പ്രോമിസ് നൽകി അവസാന സമയം എനിക്കിത്ര പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടുന്ന അവസ്ഥ വരരുത്. 3-ൽ ശുക്രൻ വരുമ്പോൾ അങ്ങനെയൊരു ദോഷമുണ്ട്. ദാനസംഗ്രാമകാലേ കാതരഹ. യുദ്ധം ചെയ്യുമ്പോഴും ദാനം ചെയ്യുമ്പോഴും ഭീരുവാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ശാരീരികമായി യുദ്ധസന്നദ്ധമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അതിലൊന്നും പോയി ചാടി വീഴരുത് മകരൻ രാശിക്കാർ. 3-ലെ ശുക്രൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. 5-ലെ വ്യാഴം പഠിതാക്കൾക്ക് നല്ല സമയമാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ പഠന ശ്രേയസ്സിന് ഇത് ഏറ്റവും ഉപകരിക്കും. അതിനാൽ മക്കളുടെ ശ്രേയസ്സിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസം, വിദേശയാത്ര, അവർക്ക് കിട്ടുന്ന ബാങ്ക് ലോണുകളൊക്കെ തന്നെ നേടിയെടുക്കണം ഈ വാരത്ത്. അതിന് വേണ്ട ബീജം, വിത്ത് നിങ്ങൾ വിതച്ചേ മതിയാവുകയുള്ളൂ. എല്ലാ മകരൻ രാശിക്കാർക്കും നല്ല ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. കുംഭൻ രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാണ്. അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം, പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു കുംഭൻ രാശി. ഇന്ന് കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ ശനി, 2-ൽ ശുക്രൻ, 3-ൽ ചന്ദ്രൻ, 4-ാം ഭാവത്തിൽ വ്യാഴം, 5-ൽ ചൊവ്വ, അഷ്ടമത്തിൽ കേതു, 12-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ. ഇവിടെ കുംഭൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, തൻ്റെ സന്താനങ്ങൾക്ക് ആരോഗ്യപരമായ വിഷയത്തിൽ അത്ര നല്ല വാരമല്ല.
5-ൽ ചൊവ്വ നിൽക്കുന്നത് മക്കൾക്ക് ബുദ്ധിമുട്ടാണ്. കുജപ്പഞ്ചമേ ജാഡരാഗ്നിൻ ബലിയാൻ ന ജാതം നിഹന്ത്യേകമേവ. 5-ൽ ചൊവ്വ നിൽക്കുമ്പോൾ വളരെയധികം ജഠരാഗ്നി ഉണ്ടാകും, സന്താന നാശം സംഭവിക്കും. അതിനാൽ നിങ്ങൾക്ക് സന്താനങ്ങൾക്ക് ആരോഗ്യപരമായ വിഷയങ്ങളിൽ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കുംഭൻ രാശിക്കാർ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ കർഗഹോമം ചെയ്യുക. 12 മുതൽ 10-20 വയസ്സ് വരെയുള്ള സന്താനങ്ങളുണ്ടെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ പൂജയോ ഹോമമോ ചെയ്യുന്നത് വളരെ അനുകൂലമായിരിക്കും. അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്ന ഒരു ഡ്യൂട്ടി, കടമ കുംഭൻ രാശിക്കാർക്കുണ്ട്. ഇവിടെ 3-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് വളരെ ഗുണമാണ്. വിക്രമത്തിലൂടെ, പരാക്രമത്തിലൂടെ തനിക്ക് ധനം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാമിനി ഭാര്യ തന്നെ രഞ്ജിത, ഭാര്യയാൽ തന്നെ അലങ്കരിക്കപ്പെടും. അഗ്രകീർത്തി, തനിക്ക് പല കാര്യങ്ങളിലും വലിയ പ്രശസ്തി ഉണ്ടാകാം. ഇവിടെ പൂർവികമായ ധനം, സ്വത്ത് ഇതൊക്കെ കിട്ടേണ്ടുന്ന സമയമാണ്. പ്രഭാഷകർക്ക്, ഗായകർക്ക്, ഗായകർക്ക്, കുംഭൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായി മുന്നോട്ട് നീങ്ങാം. വളരെയധികം പേരും പ്രശസ്തിയും തനിക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് രേഖകൾ കൈവശം വരാതെ നോക്കുക. ബുധൻ 12-ലാണ്. രേഖാപരമായ വിഷയത്തിൽ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാകാം. 12-ൽ ആദിത്യനുമുണ്ട്. തൻ്റെ രേഖ നഷ്ടപ്പെടുക, യാത്ര ചെയ്യുമ്പോൾ രേഖ നഷ്ടപ്പെട്ടു പോയി പിന്നീട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിലോ കയറി ഇറങ്ങേണ്ടുന്ന സമയമാകുന്നു. 2 വീലറിൽ അസമയത്തുള്ള യാത്ര ഉപേക്ഷിക്കുക. നേത്രരോഗവും ശ്രദ്ധിക്കണം. 5-ൽ ചൊവ്വ ജഠരാഗ്നി വളരെ കൂടുതലാണ്. അഷ്ടമത്തിൽ കേതുവാണ്. അതിനാൽ പലപ്പോഴും പൈൽസിൻ്റെ അസ്വസ്ഥത വളരെയധികം കൂടും. വയറിനെ വളരെയധികം ശ്രദ്ധിക്കണം. അൾസർ മുതലായ രോഗങ്ങൾ വരും. ആരോഗ്യ വിഷയത്തെ കൂടുതൽ ജാഗ്രത പാലിക്കും. ഇവിടെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കൂളമാല ജലധാര വഴിപാടായി സമർപ്പിക്കുക തൻ്റെ പേരിൽ. എല്ലാ കുംഭൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല ആഴ്ച പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ശുക്രൻ, 2-ൽ ചന്ദ്രൻ, 3-ാം ഭാവത്തിൽ വ്യാഴം, 4-ൽ ചൊവ്വ, 7-ൽ കേതു, 11-ാം ഭാവത്തിൽ സൂര്യനും ബുധനും. ഇവിടെ പലപ്പോഴും തൻ്റെ അർഹതയ്ക്ക് ധാരാളം അംഗീകാരങ്ങൾ ലഭിക്കുന്ന വാരമാകുന്നു. നല്ല ഡ്രസ്സുകൾ ധരിച്ച് മുന്നോട്ട് പോവുക. സ്മരനിപുണ സുഖി, നല്ല സുഖിമാൻ, ഭൗതികമായ സുഖഭോഗങ്ങൾ അനുഭവിക്കുക. കാമകലകളിൽ താല്പര്യമുണ്ടാവുക. പലപ്പോഴും ഭാര്യയോടുള്ള സ്നേഹത്തെക്കാളും പുതിയ സ്ത്രീ സൗഹൃദങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം 2-ാം ഭാവത്തിൽ ചന്ദ്രനുണ്ട്. തൻ്റെ ബുദ്ധിയിലൂടെ, വാക്കിലൂടെ സ്ത്രീജനങ്ങളുടെ ഹൃദയം കവരും 2-ലെ ചന്ദ്രൻ. ഹിമാംശോ വസുസ്ഥാനകേ ധാന്യലാഭ, 2-ൽ ചന്ദ്രൻ വരുമ്പോൾ ധനമുണ്ടാകും, ധാന്യമുണ്ടാകും. ശരീരേതി സൗഖ്യം വിലാസോങ്കനാണ്, ശരീരത്തിന് നല്ല സുഖം അനുഭവിക്കും. അങ്കനകൾ, സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിലാസങ്ങൾ, ചുറ്റിക്കളികൾ ഉണ്ടാകും. കുടുംബേ ദതിർ ജായതേ തസ്യ തുച്ഛ, ഇതൊക്കെ കാരണം തൻ്റെ കുടുംബത്തിനോടൊരു താല്പര്യം തനിക്ക് വളരെ കുറയും. വശം ദർശനേയാതി ദേവാംഗനാഭി, ദേവസ്ത്രീകളെയും തനിക്ക് ആകർഷിക്കുവാൻ കഴിയും. ഇങ്ങനൊരു പ്രത്യേകതയുണ്ട് 2-ൽ ചന്ദ്രൻ വരുമ്പോൾ. അത് വെളുത്ത പക്ഷത്തിലെ പവർഫുള്ളായ ചന്ദ്രനാണ്. ലഗ്നത്തിൽ ശുക്രനുണ്ട്. കാമകലകളിൽ നിപുണനാകും. വിവാഹ തീരുമാനങ്ങളാകാം, പുത്തൻ സൗഹൃദങ്ങളാകാം. ഇതൊക്കെ വളരെ അനുകൂലമാണ്. സർക്കാർ ജോലിയിൽ ഉള്ളവർക്കും പലപ്പോഴും അംഗീകാരം കിട്ടും. 11-ാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. രവസംഭവേശം ച ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാൽ, രാജാവ് തനിക്ക് മുദ്ര അംഗീകാരം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതാപാനയിലെ ശത്രവ സമ്പദന്തി, തൻ്റെ പ്രതാപത്തിൽ ശത്രുക്കൾ നശിക്കും. ശ്രിയോനേകത, തനിക്ക് ധാരാളം സമ്പത്തുകൾ വരും, പല രീതിയിലും ഐശ്വര്യങ്ങൾ വരും. ദുഃഖം അങ്കോദ്ഭവാനാം, സന്താനങ്ങൾക്ക് അത്ര നല്ലതല്ല. പക്ഷെ അവിടെയും ആ സൂര്യൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കില്ല. കാരണം സൂര്യൻ ബുധനോടുകൂടി നിപുണയോഗം ചെയ്തു നിൽക്കുന്നു. ധാരാളം സന്ദർശിക്കാം വിദേശ രാഷ്ട്രങ്ങൾ, പുത്തൻ അവസരങ്ങൾ, കർമ്മമേഖലയിൽ തനിക്ക് പ്രാധാന്യം വരും, തന്നെ തേടിയ ആളുകൾ വരും. അതിനെ വാണിജ്യവൽക്കരിക്കുക, ഹൗ ടു പ്രൊമോട്ട് യുവർ സെൽഫ്, അതിന് ശ്രമിക്കുക. എല്ലാ മീനൻ രാശിക്കാർ ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.